ഹായ് ഫ്രണ്ട്സ് ടൊരട്ടോ ജംഗുക്ക് ഓർത്ത് ഒരു ഹീറോയിനെ നോക്കി സ്മ്രക് ചെയ്തായിരുന്നു. അങ്ങനായിട്ട് ഹീറോയ്ക്ക് ഒന്നും പാവം ഒന്നും അറിയില്ല. ആഹാ ജംഗുക്ക് ഹാൻസം ആയിട്ടുണ്ടല്ലേ എന്ന് ഹീറോയോടെ പറയായിരുന്നു. അതെ ജംഗുക്ക് റൂമുക്ക് അതെ ജംഗുക്ക് പറഞ്ഞ അങ്ങനെ കൊറിയക്ക് ജംഗുക്ക് പോയി ഷൂട്ടിങ് കഴിഞ്ഞ കുറച്ച് ഡേയ്സ് വായിച്ചു കൊറിയക്ക് പോയി. അങ്ങനെ ജംഗുക്കിൻ്റെ പാലസ് മതി ഹൗസ് ജംഗുക്ക് പറഞ്ഞ ഒരു സ്മ്രക് ചെയ്ത് ഒരു റൂമുക്ക് പോയി. സീക്രട്ട് റൂമായിരുന്നു. എന്നിട്ട് ആ താഴെ ഇറങ്ങിപ്പോയ റൂം അങ്ങനെ ആ സീക്രട്ട് പാസ്ബുക്ക് പറഞ്ഞു അങ്ങനെ പോയി ജംഗുക്ക് റൂമിൻ്റെ ഉള്ളിൽ. അവിടെ ഒരു അവിടെ ഒരു ഇതുണ്ടായിരുന്നു, ഒരു മാജിക്. അതിൻ്റെ മാജിക് റൂം മതി. ജംഗുക്ക് അവിടെ ഇരുന്നു ഓർക്കായിരുന്നു. അങ്ങനെയായിട്ട് അവിടെ ഉള്ളതെല്ലാം പറഞ്ഞുകൊണ്ട് വരുമായിരുന്നു. മാസ്റ്റർ മാസ്റ്റർ എന്ന് പറഞ്ഞ് ഒരു റോബോട്ട് വന്നു. എൻ്റെ മാസ്റ്റർ ശരിടാ ഞാൻ പറഞ്ഞത് കൊണ്ടുപോയി എന്ന് റോബോട്ടിനോട് പറഞ്ഞായിരുന്നു. റോബോട്ട് പോയി കൊണ്ടുവന്നായിരുന്നു. ജംഗുക്ക് സ്മക്ക് ചെയ്തു ഒരു മാജിക്ക് ഒരു മാലയായിരുന്നു. ജംഗുക്ക് ആ മാല ഒത്തി. ജംഗുക്ക് പറയുന്നത് ഈ മാജിക് മാല വെച്ച് നിന്ന് വെച്ചിട്ട് എനിക്ക് ഒന്നും യൂസും ഇല്ല തിരിച്ചു പോയി. എനിക്ക് യൂസ് നല്ല ഉണ്ട്. ജംഗുക്ക് ഒരു സ്മക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ജംഗുക്ക് പറഞ്ഞ ഡ്രസ് കോസ്റ്റ്യൂം മാജിക് യൂസ് ചെയ്ത് കോസ്റ്റ്യൂം ചേഞ്ച് ആക്കി ഒരു മാസ്ക് വെച്ചു. അങ്ങനെ നൈറ്റായിരുന്നു. ഇപ്പോൾ അവിടെ നൈറ്റ്, ഇവിടെ നൈറ്റല്ല. എന്നാൽ ജംഗുക്ക് ഹീറോയിൻ നല്ല ഉറക്കമായിരുന്നു. ഒരു നൈറ്റ് ഡ്രസ്സ് ആയിരുന്നു, ഒരു നൈറ്റ് ഡ്രസ്സ് കുട്ടി ഒരു നൈറ്റ് ഡ്രസ്സാണ്. ആദ്യമായിട്ട് നല്ല ഉറക്കമായിരുന്നു. ജംഗുക്ക് ഹീറോയിൻ്റെ റൂമൊക്കെ വരുന്നു. ജംഗുക്ക് ഓർത്തായിരുന്നു. അന്ന് ജംഗുക്ക് ഹീറോയിൻ്റെ റൂമൊക്കെ വരുന്നു. ജംഗുക്ക് ഹീറോയിനെ നോക്കുമായിരുന്നു. ഒരുമാതിരി നോക്കി ലുക്കിടായിരുന്നു. ഹീറോയിൻ ആന്ന് വായ്വളം നല്ല ഉറക്കമായിരുന്നു. ജംഗുക്ക് ഹീറോയിൻ്റെ അടുത്ത് വരുന്നു. എന്നിട്ട് മാജിക് യൂസ് ചെയ്തായിരുന്നു. അങ്ങനെ ഹീറോയിൻ ഉറക്കത്തിലുണ്ടായിരുന്നു. അങ്ങനെ ജംഗുക്ക് ഹീറോയിൻ്റെ അടുത്ത് വന്നായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് ഡ്രീം കാണുന്നായിരുന്നു. ഹീറോയിൻ ചേർന്നിട്ട് എന്ത് വായിച്ചതെന്ന് എനിക്ക് തന്നിട്ടായിരുന്നു. ജംഗുക്കായിരുന്നു. ജംഗുക്ക് ഹീറോയിൻ്റെ അടുത്ത് വന്നായിരുന്നു. ആരാ നീ കേട്ടായിരുന്നു. മാസ്കുറിയായിരുന്നു. ഹായ് ബേബി വായി വന്നായിരുന്നു. ജംഗുക്ക് എന്ന് ഹീറോയി ഡ്രീം കാണുന്നൊരു ജംഗിനെ ഹാക്ക് ചെയ്തായിരുന്നു. ജംഗുക്ക് പറയായിരുന്നു നിനക്ക് എന്നെ മാരേജ് ഓക്കെ ആണോ? ആ ഹീറോയിൻ്റെ ഡ്രീം ഇതെന്താ ഡ്രീം കാണുന്നതെന്ന് വെച്ചിട്ട് എനിക്ക് മാജിക് ഓക്കെ എന്ന് ഹീറോയിൻ ഡ്രീം കാണുന്നതെന്ന് വെച്ചിട്ട് ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം ശരി, അപ്പം ഞാൻ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കാം. അപ്പം നീ ഓക്കെ പറയണം ജംഗുക്ക്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ലാംഗ്വേജ് അറിയാം? ജംഗുക്ക് നോക്കി സ്മെക്ക് ചെയ്ത് കണ്ണത്ത് കളിച്ച് അടിച്ച ജംഗുക്ക് അവിടെ നിന്ന് മറന്നുപോയി. നിങ്ങൾക്ക് രാവിലെ ഹീറോയിൻ്റെ അമ്മയെ വിളിച്ചായിരുന്നു. എന്ത് വർക്കടി എഴുതി എണിയെ കുത്ത് മണ്ടി കുത്തുന്നു തണ്ണി വെച്ചായിരുന്നു. എന്താ ഇതെല്ലാം ഡ്രീമായിരുന്നു എന്ന് വെച്ച് ഹീറോയിൻ എണിച്ചായിരുന്നു. അതെ ഹീറോയ്ക്ക് നൈറ്റ് ഡ്രീം കാണുന്നതായിരുന്നു വെച്ച് എണിച്ചായിരുന്നു. അങ്ങനെ ഹീറോയിൻ കുറിച്ച് ഫ്രഷ് ആയിട്ട് വന്നായിരുന്നു. അങ്ങനെ ജംഗുക്ക് ഒന്ന് ഹീറോയുടെ കയ്യിലിട്ടായിരുന്നു. അത് ഹീറോയ്ക്ക് ഒന്നും അറിയില്ല. ഒരു റിങ് ഇട്ടായിരുന്നു. അത് ഹീറോയ്ക്ക് അറിയില്ല. ഇങ്ങനെ പോയായിരുന്നു. അങ്ങനെ കോളേജൊക്കെ പോയായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട് ഫാത്തിമ മച്ചി കയ്യിലെന്തടി ഇത് റിങ്കാന്ന് ഹീറോയ്ക്ക് കൈ നോക്കി ഷോക്കായിരുന്നു. ഞാൻ ഡ്രീമില്ലാന്ന് ഹീറോയിനെ കൂടി ക്ലോസ് ഡാൻസ് കളിച്ചായിരുന്നു. അത് മുതലുള്ള പറന്നായിരുന്നു. അത് മുതൽ റിങ് ഇട്ട് പ്രപ്പോസ് ചെയ്തായിരുന്നു. മച്ചി എന്നെ കയറിയാൽ തുടങ്ങിയായിരുന്നു. എന്തടി മച്ചി എന്തടി നടന്നത്? എടി എൻ്റെ വീട്ടിലെന്താ പ്രേതമൊന്നും ഉണ്ടോ തോന്നിനടി. എന്തടി പറ്റി? എനിക്ക് ഡ്രീം വന്നായിരുന്നുടി. അപ്പോൾ ഞാൻ അങ്ങനെ ഹീറോയ്ക്ക് ഒരു ഡൗട്ട് വന്നത് ഒരു വേള ഇത് ചേട്ടൻ്റെ പണിയായിട്ടിരിക്കോ എന്ന് ഹീറോയി പറയുന്നത്. ശരി പോയി ചേട്ടനെ കേട്ട് നോക്ക്. അങ്ങനെ വീട്ടിലെല്ലാവരോടും പോയിട്ട് റിങ് കയറി കേട്ടോ. അമ്മ എനിക്കറിയില്ല ആരെയില്ലെന്ന് മച്ചി കൺഫേം ഏതോ ഒരു പ്രേതൻ്റെ റൂമുകളിലേക്ക് വരിക ജംഗിക്കിന് മറിയായി വരിക എന്നൊക്കെ അറിയായിരുന്നു. മച്ചി നീ വരെ ഒന്നും എടുത്തിട്ടൊന്നുമില്ല. ഇല്ലടി ഞാൻ ഹൊറർ റൂം വീട്ടിലേക്ക് പോയിരുന്നു മച്ചി. അവിടുന്ന് എനിക്ക് ആ സോഫിയ നായി എനിക്ക് ആ പാലസിൽ ഒരു ബോക്സ് തന്നായിരുന്നു. ഞാൻ വേണ്ടെന്ന് പറഞ്ഞ് അവളോരൊക്കെ ടൂറ് പോയായിരുന്നു. അവളിവിടെ വിട്ടുപോയായിരുന്നു മച്ചി. അത് കൊടുക്കുക അതാ വന്നിട്ടുണ്ട് എനിക്ക് പ്രിയതം വേണമെങ്കിൽ പറയായിരുന്നു. അതാണ് ഹീറോ ഇപ്പോൾ നമുക്ക് പറയായിരുന്നു വാപ്പനോട്. അങ്ങനെ ഹീറോയിട്ട് വാപ്പ വന്നു. എന്താടി പറ്റി നടന്ന കാര്യം പറഞ്ഞു. പ്രേതം അതിനായിട്ട് ഹീറോയിൻ അപ്പോൾ ഒരാൾക്ക് കോൾ ചെയ്ത് വന്നായിരുന്നു. അയാൾ പറഞ്ഞ കല്ലൊരു അവിടെ പ്രേതമുണ്ടു എന്ന് പറഞ്ഞ് അയാളൊരു മൈൻഡ് സൂയി വെച്ചിട്ട് ഇങ്ങനെ ഉപ്പായതിനും ഇങ്ങനെ അയാൾ പറഞ്ഞു ഒരു ബാബ പറഞ്ഞ് നോക്കുന്ന പറഞ്ഞത് അയാളെല്ലാം നോക്കി പ്രേതം പോയി എന്ന് പറയായിരുന്നു. ഹീറോയ്ക്ക് ശരി പ്രേതം ഒന്ന് പോയായിരുന്നു. ആ ആൾക്ക് 10,000 രൂപ കൊടുത്തത് ഒരുപാട് നന്ദി എന്ന് പറഞ്ഞ് അയാളെടുത്ത് പോയിരുന്നു. അപ്പം എല്ലാം പറഞ്ഞായിരുന്നു വീണ്ടും ജംഗുക്ക് അപ്പം ജംഗുക്ക് പറയായിരുന്നു ശരി ഓക്കെ നമ്മൾ മാരേജ് കഴിക്കാമെന്ന് പറഞ്ഞ് ഹീറോയിൻ ടെൻഷനായിരുന്നു ഹീറോയ്ക്ക്. അങ്ങനെ ജംഗുക്ക് വന്ന് ഹീറോയും കൂടെ ഡാൻസ് പാട്ട് ഹീറോയിനെ ടോർച്ചർ ചെയ്യുന്നതായിരുന്നു. ഒരു ദിവസം ഹീറോയിൻ
ഇങ്ങനെ ഫ്രണ്ട്സ് കൂടെ അവന് ജങ്കുക്ക് കൂടെ ഒരു സെക്യൂരിറ്റി അതെ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു അവന് ഹീറോയിനെ ഫോളോ ചെയ്യാൻ പറഞ്ഞായിരുന്നു ജങ്കുക്ക് അവന് കൂടെ പൈസ ഒരു ദിവസം ഹീറോയി ഒരു ചെക്കനോട് സംസാരിച്ചായിരുന്നു ഹീറോയിൻ്റെ വീട്ടിൽ ആ ചെക്കനക്കും ഹീറോയ്ക്ക് എൻഗേജ്മെൻറ്റ് ചെയ്യാമെന്ന് വീട്ടിൽ സംസാരിച്ചു എൻഗേജ്മെൻറ്റ് ഇത് ജങ്കുക്ക് ന്യൂസ് പോയി ജങ്കുക്ക് ടെൻഷനായിരുന്നു ജങ്കുക്ക് അങ്ങനെ ഹീറോയിൻ്റെ വീട്ടിൽ അവരെല്ലാം പോയിരുന്നു അവർ പറഞ്ഞു ഹീറോയ്ക്ക് പഠിച്ചു കഴിഞ്ഞ പിന്നെ എൻഗേജ്മെൻറ്റ് ഇപ്പോൾ ഒന്നും വേണ്ട പിന്നെ എൻഗേജ്മെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ ആ ചെക്കൻ വന്ന റൂം വരെ കൊടുത്തന്നെ ഹീറോയ്ക്ക് ആ ചെക്കൻ ഇഷ്ടമില്ലായിരുന്നു വീട്ടിൽ ഓക്കെ എന്ന് പറഞ്ഞു പിന്നെ ക്യാൻസലായിരുന്നു മാത്രം ജങ്കുക്കൊക്കെ കേട്ടത് ന്യൂസ് അതും ആർക്കും അറിയില്ല അങ്ങനെ ആ ചെക്കൻ വലിയ ആളാക്കായിരുന്നു അതുകൊണ്ട് ജങ്കുക്ക് ടെൻഷനായിരുന്നു ശരി ഇപ്പോൾ വിട്ട ശരിയാളെന്ന് ഹീറോയിൻ്റെ ഫാമിലി ഇങ്ങനെ കുറച്ച് നാളെ വരെ ആൻറ്റീൻ്റെ മോക്ക് അവിടെ എന്തോ ഫംഗ്ഷനുണ്ട് കല്യാണം എന്നെ പറഞ്ഞു ഹീറോയിൻ നല്ല ടയർഡായി ഉറങ്ങായിരുന്നു ജങ്കുക്ക് നൈറ്റ് വന്നായിരുന്നു ഹീറോയിൻ വിളിച്ച ഹീറോയിൻ നെട്ടി അടിച്ച് എന്ന ഷോക്കായിരുന്നു ജങ്കുക്ക് വന്ന് സ്മക്ക് ചെയ്ത് പറഞ്ഞു എന്താ ഞാൻ വേണ്ട പറഞ്ഞു നീ വേറെ ഒരു മാരേജ് ചോദിക്കുമെന്ന് ജങ്കുക്ക് മറട്ടായിരുന്നു അത് ഒന്നുമില്ല എന്ന് പറഞ്ഞു ജങ്കുക്ക് പിടിച്ച് ഹീറോയിനെ പിടിച്ച് പിന്നെ ഒരു പേപ്പർ ഉണ്ടായിരുന്നു അതിന് ജങ്കുക്ക് പറഞ്ഞു സൈൻ എന്നാ സൈൻ ചെയ്യാൻ പറഞ്ഞു ജങ്ക മറട്ടായിരുന്നു സൈൻ ചെയ്യാം അതിൽ പേപ്പറിൽ സൈൻ ചെയ്തു ശരി ഓക്കെ ബേബി നിന്നെ ഒരു വിട്ടുപോയ ശരിയാവില്ല ജങ്കൊക്കെ ഹീറോയിനെ നോക്കിയിരുന്നു ഒരുപാട് ലുക്ക് വരുന്നത് ഹീറോയ്ക്ക് പേടിയാന്ന് ഓടാന്ന് അങ്ങനെ ആയിട്ട് നല്ല ഉറക്കമായിരുന്നു അങ്ങനെ രാവിലെ ഹീറോയിനും ചേർന്നു അങ്ങനെ ഹീറോയിൻ്റെ ഡ്രസ്സ് ഒരുമാതിരി ഉണ്ടായിരുന്നു ഹീറോയ്ക്ക് ഒന്നും ശരി അയ്യോ ഇഴുക്ക് പോയേ എന്ന് പറഞ്ഞ് രാവിലെ അയണിച്ചായിരുന്നു പിന്നെ ഹീറോയ്ക്ക് കുറച്ച് ഡേയ്സ് പോകാൻ തുടങ്ങി ഹീറോയ്ക്ക് ഒരുമാതിരി തല കറക്കം മയക്കം വരാം വോമിറ്റ് ചെയ്യാം അതുകൊണ്ട് ഹീറോയിൻ്റെ ചേട്ടനെ കുറച്ച് ഡൗട്ട് എന്തടി എന്താ വോമിറ്റ് ചെയ്യുന്നല്ലോ നീ ഇല്ല ചേട്ടാ എനിക്ക് ഫുഡ് കൊടുത്തു പോകുന്നില്ല അത് ചേട്ടാ എന്ന് പറഞ്ഞത് ഒരു വേല നീ പെണ്ണിട്ടാണോ ഹീറോയ്ക്ക് അതൊക്കെ ഷോക്കായിരുന്നു ഇല്ല ചേട്ടാ അതൊന്നുമില്ല ഒരു വേല നീ മറിക്കില്ലാണോ എന്ന് പറയായിരുന്നു ഹീറോയുടെ ചേട്ടൻ കേൾക്കുമ്പോൾ ഹീറോയ്ക്ക് കുറച്ച് ഡൗട്ട് വരാൻ തുടങ്ങി എനിക്കെപ്പോൾ പീരിയഡ് ആയി എന്ന് ഓർക്കാൻ തുടങ്ങി അതിന് പോയിട്ട് വേഗം പോയിട്ട് റൂമിൽ പോയി ചെക്ക് ചെയ്തു വരുന്നു ഒരു പോലെ അതായത് ഫാത്തിമ കൊച്ചത് ഫാത്തിമ ഹലോ മച്ചി എന്താ മച്ചി നടന്ന കാര്യം ഫാത്തിമ ഒരു പോലെ ഞാൻ നടന്ന കാര്യം പറഞ്ഞു ഷോക്കായി പറയുന്നുണ്ട് മച്ചി നീ ചുമ്മാ ഒന്ന് ജോക്ക് പറഞ്ഞിട്ട് ഇല്ലടി എനിക്ക് കുറച്ച് ഡൗട്ടാണ് ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ഇല്ല മച്ചി ഞാനൊന്ന് കൊണ്ടുവരാം അതിൽ ചെക്ക് ചെയ്യാം അങ്ങനെ ഹീറോയിന് അങ്ങനെ ഫ്രണ്ട് പോയിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വന്നു